ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് നാണക്കേടുണ്ട്. ഞാൻ ചെയ്ത ഗംഭീരൊരു അബദ്ധം ഏകദേശം 1 കോടി രൂപയോളം എനിക്ക് നഷ്ടം വരുത്തിയിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ എനിക്ക് നാണക്കേടുണ്ട്. ഈ നാണക്കേട് പരമാവധി ഞാൻ അടക്കി പിടിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ 1000-ഓളം വീഡിയോകളിലൂടെ നിങ്ങളുടെ പേഴ്സണൽ ഫിനാൻസ് കാര്യങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ റുപ്പിമംഗ് ചാനൽ തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ചെയ്ത ഗംഭീരൊരു അബദ്ധം ഏകദേശം 1 കോടി രൂപയോളം എനിക്ക് നഷ്ടം വരുത്തിയിട്ടുള്ള ഒരു കഥയാണ് ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. മലയാളികൾക്ക് റിയൽ എസ്റ്റേറ്റിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പ്രത്യേകിച്ച് ഞങ്ങൾ തൃശ്ശൂർ ഭാഗത്തുള്ള ആളുകൾക്കുണ്ട്. അപ്പൊ അത്ര ഒരാൾ തന്നെയായിരുന്നു ഞാനും. 2015 എനിക്ക് ഓൾറെഡി ഒരു വീട് ഉണ്ടായിരുന്നിട്ടും അതുപോലെ 1-2 സ്ഥലങ്ങളും ഉണ്ടായിരുന്നിട്ടും ഞാനൊരു അഡീഷണൽ ആയിട്ടുള്ള ഒരു വീടും സ്ഥലവും, അത് അത്യാവശ്യം വലിയ വിലയുടെ ഒരു വീടും സ്ഥലവും വാങ്ങാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും. അത്രയും വലിയൊരു തുകയുടെ ഒരു വീടും സ്ഥലവും വാങ്ങാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു കേട്ടോ. ഈ 2014-15 കാലഘട്ടത്തിലൊക്കെ ഇൻകം ടാക്സിന്റെ ഒരു പ്രത്യേക റൂൾ ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ രണ്ടാമതൊരു ഹോം ലോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഹോം ലോണിന് നമ്മൾ അടയ്ക്കുന്ന ഇൻട്രസ്റ്റ് തുകയ്ക്ക് പൂർണ്ണമായിട്ടും ടാക്സ് എക്സംഷൻ കിട്ടും. അപ്പോൾ ഞാൻ കരുതി നമ്മളിപ്പോ ഒരു 9% ലോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 3% ലോണിന്റെ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ടാക്സ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് എഫക്റ്റീവ്ലി ഒരു 6% ഒക്കെയല്ലേ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ലോൺ എടുത്താൽ നന്നായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഒരു വലിയൊരു സ്ഥലവും ഒരു വീടും വാങ്ങി. അത് 19 സെന്റോളം സ്ഥലവും ഒരു വീടും, പഴയൊരു വീടും ഉള്ള ഒരു ഇതായിരുന്നു. ഏകദേശം 47 ലക്ഷം രൂപയ്ക്കാണ് നമ്മളത് വാങ്ങിയത്. അത് മാത്രമല്ല 4 ലക്ഷം രൂപയോളം അതിന്റെ രജിസ്ട്രേഷൻ ചെലവ്, മറ്റുള്ള ബ്രോക്കറേജ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയും ചെയ്തു. അതായത് ടോട്ടൽ 2015 51 ലക്ഷം രൂപയാണ് ആ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ നിക്ഷേപിച്ചത്. ഇതിൽ 26 ലക്ഷം രൂപ എന്റെ കയ്യിലുള്ള പൈസയായിരുന്നു. എന്റെ അതുവരെ ഉണ്ടായിരുന്നിട്ടുള്ള സേവിങ്സിന്റെ ഒരു പാർട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കും ബാക്കി എന്ത് ചെയ്തു? ബാക്കി 25 ലക്ഷം രൂപ സ്വാഭാവികമായിട്ടും ഒരു ഹോം ലോൺ എടുക്കുകയാണ് ചെയ്തത്. HDFCയുടെ ഒരു ഹോം ലോൺ എടുക്കുകയാണ് ചെയ്തത്. അപ്പൊ 26 കയ്യിൽ നിന്നുള്ള സേവിങ്സും 25 ഹോം ലോണും വഴി 51 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ 19 സെന്റ് സ്ഥലവും ഒരു വീടും നമ്മൾ വാങ്ങിയത്. 2015 മുതൽ 2023 വരെ, കഴിഞ്ഞ വർഷം ജൂലൈ മാസം വരെയൊക്കെ നമ്മൾ ആ ലോൺ കൃത്യമായിട്ട് തിരിച്ചടക്കുകയും അതിനുശേഷം ബാലൻസ് ഉണ്ടായിരുന്നത് നമ്മുടെ കയ്യിലുള്ള സേവിങ്സ് ഉപയോഗിച്ച് നമ്മളത് അടച്ചു തീർക്കുകയാണ് ചെയ്തത്. ആ സേവിങ്സ് നമുക്ക് വന്നത് നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള വലിയൊരു ലാഭം, 2020 ശേഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് കിട്ടിയിട്ടുള്ള വലിയൊരു ലാഭം ലോൺ തിരിച്ചടവിന് വേണ്ടി ഉപയോഗിച്ചതുകൊണ്ടാണ്. അതായത് 2015 മുതൽ 23 വരെ 8 വർഷത്തോളം 26,000 രൂപ ഓരോ മാസവും അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നു. ഏകദേശം 94 മാസത്തോളം നമ്മൾ അടച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. ഏകദേശം 26 ലക്ഷം രൂപ EMI ആയിട്ട് അടച്ചു. അതിനുശേഷം 2023 ബാലൻസ് വന്നിട്ടുള്ളത് 15 ലക്ഷം രൂപയായിരുന്നു. അത് ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്റ്റോക്കിൽ നിന്നൊക്കെ ലാഭം കിട്ടിയപ്പോൾ ആ 15 ലക്ഷം രൂപ അടച്ചുകൊണ്ട് ആ ലോൺ ക്ലോസ് ചെയ്തു. ആ ലോൺ ക്ലോസ് ചെയ്തതിനെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതുപോലെ ഐ ബട്ടണിൽ നിങ്ങൾക്ക്. ഞാൻ ടോട്ടൽ എത്ര ലക്ഷം രൂപ ഞാൻ ചെലവാക്കിയതിന്മേൽ ആദ്യമേ എന്റെ സേവിങ്സിൽ നിന്ന് 26 ലക്ഷം രൂപ ചെലവാക്കി. അതിനുശേഷം ഒരു 26 ലക്ഷം രൂപ EMI രീതിയിൽ അടച്ചു. പിന്നെ ഒരു 15 ലക്ഷം രൂപ എന്ത് ചെയ്തു? ലോൺ അവസാനം തീർക്കുന്നതിനായിട്ട് ഉപയോഗിച്ചു. അതായത് ഇപ്പോൾ ഞാൻ ഏകദേശം 67 ലക്ഷം രൂപ ആ പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഈ 67 ലക്ഷം രൂപ ഇപ്പോൾ എത്ര രൂപയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടുത്തെ ഒരു നടപ്പൊക്കെ അനുസരിച്ച് ഒരു സെന്റിന് ഏകദേശം 4 ലക്ഷം രൂപയാണ് ഇവിടെ വില വരുന്നത്. വീട് അത്രയും പഴക്കമുള്ള ഒരു വീടായതുകൊണ്ട് തന്നെ അതിന് ഒരു വില കാണൂല. അപ്പൊ 19 × 4 76 ലക്ഷം രൂപയാണ് ഇപ്പോൾ അതിന്റെ ഇപ്പോഴത്തെ വില. അപ്പൊ നമ്മൾ പല സമയങ്ങളിലായിട്ട് 67 ലക്ഷം രൂപ അടച്ചത് ഇപ്പോൾ 76 ലക്ഷം രൂപയായിട്ട് വർദ്ധിച്ചു. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും കണക്ക് കൂട്ടും, എന്താണ് ഒരു 10 വർഷത്തോളം ഇങ്ങനെ ചെയ്തിട്ടും നമുക്ക് ആകെ കിട്ടിയത് ഈ 9 ലക്ഷം രൂപ ഒരു ലാഭം മാത്രമാണ്. അത് മാത്രമല്ല കേട്ടോ, ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ടാക്സ് ലാഭിക്കാൻ ആയിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈ ടാക്സ് നമ്മൾ EMIയുടെ ഒരു 1/3 ടാക്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ലാഭിച്ചു എന്ന് കരുതുക. അതായത് നമ്മൾക്ക് 2 ലക്ഷം രൂപ വരെ ഇൻട്രസ്റ്റിന്മേൽ നമുക്ക് ലാഭം കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ 2 ലക്ഷത്തിന്റെ 1/3 ആയിട്ടുള്ള ഏകദേശം ഒരു 65,000 രൂപ വെച്ച് ഒരു 10 വർഷത്തോളം നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു 6.5 ലക്ഷം രൂപ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പോഴുള്ള പ്രൈസ് അപ്രീസിയേഷൻ ഒരു 9 ലക്ഷവും ഇപ്പോ നമുക്ക് ഈ ടാക്സിൽ നിന്നുള്ള ബെനിഫിറ്റ് ഒരു 6.5 ലക്ഷവും കിട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതൊരു 10 വർഷത്തോളം നമ്മൾ റെന്റിന് കൊടുത്തപ്പോൾ നമുക്ക് ഏകദേശം ഒരു 8.5 ലക്ഷം രൂപ അതിനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 8.5-യും 6.5-യും പിന്നെയുള്ള ഒരു ലാഭമായിട്ടുള്ള 9 ലക്ഷവും അടക്കം
24 ലക്ഷം രൂപയാണ് എനിക്കതിൽ നെറ്റ് എഫക്റ്റിൽ ലാഭമുള്ളത്. ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിക്കുന്ന ഒരാൾ ഇത് വളരെ മോശമാണെന്ന് പറയും. കാരണം എന്താ, നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ്, ഈ ഒരു എമൗണ്ട് മറ്റുള്ള നിക്ഷേപങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ, ഞാനൊരു ഉദാഹരണം കാണിച്ചു തരും, എനിക്ക് ഏകദേശം 1 കോടി രൂപ അധികം നേടാനായിട്ട് സാധിക്കുമായിരുന്നു. അത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ലോങ് ടേമിലേക്ക് കാര്യമായിട്ടുള്ള റിസ്ക് ഒന്നുമില്ലാതെ നമ്മൾക്ക് ഇന്ത്യൻ ഓഹരി വിപണിയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും മികച്ച 50 കമ്പനികളിൽ നിക്ഷേപിക്കുന്ന UTIയുടെ നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട്, അതുപോലുള്ള പല ഇൻഡെക്സ് ഫണ്ടുകളുണ്ട്, ഞാനൊരു സാമ്പിൾ മാത്രമാണ്, അത് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ അല്ല. UTIയുടെ നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലാണ് ഞാനത് നിക്ഷേപിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ 3 സമയങ്ങളിലായിട്ട്, അതായത് ലോൺ എടുക്കുന്ന സമയത്തുള്ള 26 ലക്ഷവും, പിന്നെ ആ EMI അടച്ചിട്ടുള്ള ആ ഒരു 10 വർഷത്തോളമുള്ള കാലയളവിൽ അടച്ചിട്ടുള്ള ഒരു 26 ലക്ഷം രൂപയും, പിന്നെ ലോൺ ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഞാൻ 15 ലക്ഷം രൂപ അടച്ചതും ഈ UTI നിഫ്റ്റി ഇൻഡെക്സ് ഫണ്ടിലാണ് നിക്ഷേപിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ എനിക്ക് ടോട്ടൽ എന്റെ കയ്യിൽ 1,01,203 യൂണിറ്റുകൾ ഉണ്ടാവുമായിരുന്നു എന്നാണ് ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ മനസ്സിലാവുന്നത്. ആ യൂണിറ്റുകൾ, ഒരു യൂണിറ്റിന് ഇപ്പോഴത്തെ വില എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 178 രൂപ 66 പൈസയാണ് ആ യൂണിറ്റുകളുടെ വില. അതായത് 1 ലക്ഷത്തോളം യൂണിറ്റുകൾ ഈ 176 രൂപ വെച്ച് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഇപ്പോഴത്തെ അതിന്റെ വില 1,80,856 രൂപയാണ് യൂണിറ്റിന്റെ വില. അപ്പോ 1,80,00,000 രൂപ കിട്ടുമായിരുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ വെറും ഒരു 76 ലക്ഷം രൂപ ഇപ്പോൾ കിട്ടുന്ന രീതിയിൽ ആക്കി നഷ്ടപ്പെടുത്തിയിട്ടുള്ളത്. അതായത് ഏകദേശം 1 കോടി രൂപയോളം എനിക്ക് നഷ്ടം വരുത്തിയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആണ് ഈ റിയൽ എസ്റ്റേറ്റ് ഡീല്. 2013 ശേഷം കേരളത്തിലെ ഒരു റിയൽ എസ്റ്റേറ്റിന്റെ അവസ്ഥ ഏകദേശം ഇങ്ങനെ തന്നെയാണ്. 2013 ശേഷം വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമാണ് ഈ റിയൽ എസ്റ്റേറ്റ് വഴി ലാഭം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളും കൂടുതൽ റിയൽ എസ്റ്റേറ്റ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇനിയും പുതിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളുടെ എക്സ്പോഷർ എടുക്കാതിരിക്കുകയാണ് നല്ലത്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്റെ ഒരു ഫിനാൻഷ്യൽ പോർട്ട്ഫോളിയോയെ ഇത് അങ്ങനെ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, എന്റെ കയ്യിലുള്ള റിയൽ എസ്റ്റേറ്റ് അസറ്റുകളുടെ ഒരു മൂല്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പോർട്ട്ഫോളിയോയുടെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റുള്ള അസറ്റുകളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ എന്റെ ഒരു ഫിനാൻഷ്യൽ അവസ്ഥയെ ഇത് ഇത്തരം തെറ്റുകൾ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. പക്ഷെ ഇങ്ങനെ ബാധിച്ചിട്ടുള്ള ധാരാളം ആളുകളെ നമ്മളുടെ ആസ്ക് റുപ്പി സർവീസിൽ 8848030018 എന്നുള്ള വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്ന ആളുകൾ, ധാരാളം ആളുകൾ ഇങ്ങനെ ആവശ്യമില്ലാത്ത റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങി അവരുടെ വലിയ തുകകൾ ബ്ലോക്ക് ആക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ എന്റെ ഈ അനുഭവം നിങ്ങൾക്ക് പ്രചോദനമാവുമെന്ന് കരുതുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് അവിടെ കാണുന്നത്. അത് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.